മമ്മൂക്ക പെട്ടെന്നൊരു ചെയറൊക്കെ എടുത്ത് ജോജമ്മ ചെയറൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത് വന്നിരുന്നു. ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് ഫോണൊക്കെ എടുത്തിട്ട് ഈ റോപ്പ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ ശരിക്കുള്ള വർക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ വേണ്ടിട്ട് അദ്ദേഹം പഴശ്ശിരാജയിൽ ചെയ്ത റോപ്പ് വർക്കും സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ, ബോഡി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ എറിയാനൊക്കെ എളുപ്പമായിരിക്കും. മനസ്സിലായി? അത് ഭയങ്കര കൂട്ടായിരുന്നു മമ്മൂക്ക. ഭയങ്കര കൂട്ടായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പേടിയുണ്ടായിരുന്നു രണ്ടും കൂടെ. പക്ഷെ നേരത്തെ മമ്മൂക്ക വന്നപ്പോ ഇവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നല്ലോ, മമ്മൂക്ക എന്തെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പരിചയമില്ലേ? ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ ചോദ്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയണം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ വിട്ടു പോകണില്ല. കാരണം ഇവരുടെ കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ കൂടെയാണ് എപ്പോഴും. പഠിക്കാനൊന്നും അങ്ങനെ മെടുക്കാനൊന്നും അല്ല ഇവൻ. ആക്ച്വലി ബേസിക്കലി പഠിക്കാൻ പറ്റൂല. അവന് സ്കൂളിലൊന്നും അവൻ വർക്കാവൂല. അങ്ങനത്തെ ഒരു ചെക്കനാണ്. ഇല്ല, ഒടിഞ്ഞായിരുന്നു അത്. ക്രൗഡ് ഫൈറ്റ് ഒരാൾ തട്ടിയിട്ടോ മാത്രമേ ഉള്ളൂ. തട്ടിയിട്ടോ? എനിക്ക് ബോഗിമാനെ അറിയാം, അണ്ടർടേക്കറിനെ അറിയാം, പിന്നെ ജോൺസനെ അറിയാം. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. ഹായ്, ഹലോ, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി. തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ചത്താപ്പച്ച. അപ്പോൾ ചത്താപ്പച്ചയിലെ ഫുൾ ഗ്യാങ്ങിനെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് ചോദിക്കാം. വാട്സ്ആപ്പിന്റെ പിള്ളേരെ വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുക എന്നുള്ളത് തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ ചോദ്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയണം. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഇന്റർവ്യൂലേക്ക് പോവാം. അതായത് ഈ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് പ്രൊമോഷന്റെ സമയത്തൊക്കെ നമ്മളിത് കേട്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ത്രൂ ഔട്ട് ദ പോസ്റ്റർ നോക്കുമ്പോൾ ദ ബെസ്റ്റ് ടെക്നീഷ്യൻസ്, ദ ബെസ്റ്റ് ക്രൂ ആണ് സിനിമയിലേക്ക് വന്നത്. അതായത് സിനിമറ്റോഗ്രാഫർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ആൻഡ് ശങ്കർ ഹസാൻ ലോയ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലയാളം, അങ്ങനെ 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 ഒരുപാട്, ആൻഡ് ദ എം ഫാക്ടർ മമ്മൂക്ക. അപ്പൊ ഇത്രയും ബെസ്റ്റസ്റ്റ് ക്രൂ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റഡ് ആയിരുന്നോ ഈ ഒരു സക്സസ്? സിനിമ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നു? അത് ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഒട്ടുമില്ല. നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, ഈ പടത്തിലുള്ള എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ ക്രൂ, കാസ്റ്റ്, എവറിബഡി ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും 100% ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് ആണ്. ദാറ്റ്സ് ഓൾ വി കൻ ഡു. ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഈ WWE എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളത് സിനിമയാക്കുകയാണ്, സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സോ നിങ്ങൾ കുറേ എന്താ പറയുക, കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുറേ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു ഷൂട്ട് ടൈമിലുള്ള ഒരു ഇഞ്ചുറി ഒക്കെ പറ്റിയതൊക്കെ? ഞാൻ ഈ മേക്കിംഗ് വീഡിയോയിൽ കണ്ടായിരുന്നു, ഡാർക്ക് 2ന്റെ ഇങ്ങനെ വീഴുന്ന എന്തോ ഒരു ഷോട്ടില്, മണ്ണിലോട്ട് വീഴുന്ന, ചവിട്ടുമ്പോൾ, അതായത് നമ്മുടെ സാവി ചവിട്ടുമ്പോ വീഴുന്നത്. അപ്പൊ അതൊക്കെ എക്സാക്ട് മണ്ണിലോട്ട് തന്നെ വന്ന് വീഴുമായിരുന്നു അത്? അതെ അതെ, മണ്ണിൽ. പക്ഷെ അതില് ഇഞ്ചുറി അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. അത് കാരണം നമ്മളെ എൻഡ്യൂറിങ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായി. മറ്റേ ഡേവിസ് സാറും ശ്രാവൺ സാറും ഞങ്ങളെ അതിനുവേണ്ടിയുള്ള എല്ലാം കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 3.5 months ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് തന്നിട്ടുണ്ട്. റിങ്ങിൻ്റെ അകത്ത് ഞാനും കാർമനും കൂടി ഫൈറ്റ് ഉള്ളപ്പോൾ ഒരു സർക്കംസ്റ്റൻസ് വന്നപ്പോൾ കാർമൻ എൻ്റെ കാലിൽ വീണ് പോയി. എന്നിട്ട് അവൾ മുട്ടുകുത്തിയാണ് എൻ്റെ കാഫിൽ വീണത്. അങ്ങനെ അത് അവിടെ മുട്ടുകുത്തിയപ്പോൾ ആ ഒരു ബ്ലഡ് ക്ലോട്ടായി, പിന്നെ അത് വീർത്തിങ്ങനെ വന്നു. അപ്പോൾ അതാണ് എനിക്ക് വന്നേക്കുന്ന ഒരു മേജർ ഇഞ്ചറി. മാറിയിട്ടില്ല, ഇപ്പൊ കുറഞ്ഞു. ഞാൻ കാര്യം ചോദിക്കട്ടെ, പേര് ഭയങ്കര വെറൈറ്റി പേരാണല്ലോ. ഫുൾ നെയിമോ? ദർത്താഞ്ഞോ. ഓക്കെ, എന്താ അതിന്റെ മീനിങ്? അതിന്റെ മീനിങ് എന്താണെന്ന് എനിക്ക് പറഞ്ഞൂടാ. പക്ഷെ അർത്താഞ്ഞോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ള ആള് എന്നുള്ളതിലാണ് അങ്ങനെ ഒരു സംഭവം. അതെ അതെ. അപ്പൊ അത് ഫ്രാൻസിലെ ഒരു സ്ഥലമാണ്. അപ്പൊ അത് ഫ്രഞ്ചില് ഒരു ഫ്രഞ്ച് നോവലുണ്ട്, 3 Musketeers എന്നിട്ട് അലക്സാണ്ടർ ദുമ എഴുതിയത് നോവൽ. അപ്പൊ ആ നോവലിലൊരു പ്രോട്ടാഗണിസ്റ്റിലെ ഒരാളാണ് ദർത്താഞ്ഞോ. അപ്പൊ അയാള് ആ മസ്കെറ്റിയർ ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടി നോക്കുന്നൊരു വ്യക്തി. പിന്നെ ആ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി കഥയാണ് 3 Musketeers. അപ്പോൾ അങ്ങനെ എൻ്റെ ഫാദർ ബ്രദറൊക്കെ ഇത് വായിച്ച് ഇഷ്ടപ്പെട്ട ആളാണ്. എൻ്റെ ഫാദറൊക്കെ ബുക്സൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ
പുള്ളി അങ്ങനെ ഒരു ആ പേരിലുള്ള ഒരു ഷിപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പേര് എനിക്ക് അവരിട്ടത്. പേര് കിട്ടിയത്. പക്ഷെ ആ പേരിട്ടിട്ട് ഞാൻ വളർന്നതൊക്കെ കൊച്ചിയിലാണ്. ഫ്രഞ്ച് പേരാണ്, പക്ഷെ വളർന്നത് കൊച്ചിയിലാണ്. അപ്പൊ ആൾക്ക് ഡയറക്റ്റ് വരും, പോസ്റ്റൊക്കെ വരുമ്പോ മനസ്സിലാവും എനിക്ക് എന്റെ പേരാണ് വിളിക്കാൻ നോക്കണം. എന്നെ വിളിക്കുന്നത്. അപ്പൊ പിന്നെ ടാറ്റൂലേക്ക് നിങ്ങൾ ഒതുങ്ങി. പിന്നെ മാത്രല്ല നമ്മൾ പോകുന്നിടത്തൊന്നും ഈ പേര് വേറെ ആർക്കും കാണത്തുമില്ല. വെറൈറ്റി അതെ അതെ. അപ്പൊ ആൾക്കാർ പോലും ആർക്കും കാണത്തില്ല. എന്തായാലും ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ വേണ്ടിയുള്ളൊരു സ്റ്റാർട്ട് ഈ പേര് തരാറുണ്ട് എനിക്ക് ആൾക്കാരുടെ അടുത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതെ, കണ്ടില്ലേ? എക്സാക്ട്ലി. ഓക്കെ, വേദക്കുട്ടി എന്തോ വേദക്കുട്ടി സ്കൂളിലൊക്കെ പോയിട്ട് കൊറേ ദിവസം ആയോ? കൊറേ ദിവസമായി. ആണോ? ടീച്ചേഴ്സ് ഒക്കെ വിളിച്ചായിരുന്നു സിനിമ കണ്ടിട്ട്? ടീച്ചേഴ്സ് എനിക്ക് ടീച്ചേഴ്സ് എന്റെ ക്ലാസ് ടീച്ചർ എനിക്കൊരു ഫോട്ടോ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആഹാ, എന്തിന്റെ വീഡിയോ മോളെ? സിനിമ കണ്ടിട്ടോ? അല്ല, മമ്മൂക്കയുടെ ഇവിടെ നിൽക്കുന്ന ഒരു വീഡിയോ. മമ്മൂക്കയുടെ ഇവിടെ നിൽക്കുന്ന വീഡിയോ. വേദക്കുട്ടിയെ മമ്മൂക്ക എടുക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത് അല്ലേ? മമ്മൂക്ക വർത്താനം പറയുന്നുണ്ട്, മമ്മൂക്ക കൊഞ്ചിക്കുന്നുണ്ട്. ആ ഷോട്ടൊക്കെ ഓർമ്മയുണ്ടോ എടുത്തത്? ഓ പിന്നെ. ആണോ? ഒന്ന് പറയാവോ ഞങ്ങളോട്? മമ്മൂക്ക എടുത്തപ്പോ എന്തായിരുന്നു മോക്ക്? നമുക്ക് പേടി ഉണ്ടായിരുന്നോ അതോ ഭയങ്കര കൂട്ടായിരുന്നോ മമ്മൂക്ക? ഭയങ്കര കൂട്ടായിരുന്നു, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പേടി ഉണ്ടായിരുന്നു, രണ്ടും കൂടെ. പക്ഷെ നേരത്തെ മമ്മൂക്ക വന്നപ്പോ ഇവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നല്ലോ മമ്മൂക്ക എന്തെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പരിചയമില്ലേ? ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്സ് ആണോ? ആഹാ, ഓക്കെ. മോള് സിനിമയ്ക്കകത്ത് ഒരു സ്റ്റാർ കൊടുക്കുമല്ലോ ഓരോരുത്തർക്ക്. ഈ കൂട്ടത്തിൽ ആർക്ക് കൊടുക്കുക സ്റ്റാർ? വൈഷ്ണവ് ചേട്ടന് കൊടുക്കുമോ? നിങ്ങൾ ഭയങ്കര കൂട്ടല്ലേ? ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഒരു 10-100 സ്റ്റാർ ഒക്കെ മേടിച്ചു. 10-100 സ്റ്റാർ മേടിച്ചു തന്നെ എല്ലാവർക്കും കൊടുക്കും അല്ലേ? ഓക്കെ. വിശാഖ്, കുപ്പി ടു ബുക്കി, എങ്ങനെയുണ്ടാ ട്രാൻസിഷൻ? അതായത് വിശാഖ് പ്രസ് മീറ്റിലാണോ എവിടെയോ വിശാഖ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞാൻ കേട്ടു ഏതൊരു ഇവന്റിന് പോയപ്പോൾ. അതായത് ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ കുപ്പി എന്നുള്ള പേര് മാറുമായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് കുപ്പി ടു പൂക്കിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഒരു ഭയങ്കര ട്രാൻസിഷൻ ആയിരുന്നല്ലോ. ഈവൻ നിങ്ങളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ആരായിരുന്നു ചെയ്തത്? മെൽവിൻ. എനിക്ക് പേര് കേട്ടില്ല. ഓക്കെ, മെൽവിൻ. അപ്പൊ പുള്ളിയായിരുന്നു കോസ്റ്റ്യൂംസ് ചെയ്തത്. നിങ്ങളുടെ ഒക്കെ കോസ്റ്റ്യൂംസ് ഭയങ്കര സെറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ആയിരുന്നു. പ്രത്യേകിച്ച് വിശാഖിന്റെ കോസ്റ്റ്യൂം ഒരു ഭയങ്കര ഒരു റെട്രോ വൈബിലുള്ള ഒരു സാധനമായിരുന്നു. സോ ഹൗ ഇസ് ഇറ്റ്? ഇവർക്കൊക്കെ കോസ്റ്റ്യൂംസ് ഇറങ്ങി കയറുമ്പോൾ അടിപൊളി കോസ്റ്റ്യൂംസ് ആണ്. എനിക്ക് ഇറങ്ങി കയറുമ്പോൾ വേറെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നില്ല. അപ്പൊ റിയൽ ലൈഫിൽ ഇവന് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കോസ്റ്റ്യൂം കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കൊടുത്തത്. ഈവൻ ആ സ്പെക്സ് വരെ അതൊരു ഐഡന്റിറ്റി ആയിരുന്നു. ആ കോസ്റ്റ്യൂമിനെ ഹുക്ക് ചെയ്യുന്ന ആ ക്യാരക്ടറിനെ ഹുക്ക് ചെയ്യുന്നത്. അതെ അതെ. അല്ല, അത് മെൽവിയും അദ്വൈതും ഞാനും കൂടെ ഒരു മറ്റേ ലുക്ക് ബുക്ക് ഒക്കെ ഉണ്ടാക്കി പിൻട്രസ്റ്റിൽ കുറെ റെഫറൻസ് കണക്ട് ചെയ്ത് മറ്റേ വൺ പീസ് ആനിമേ പരിപാടിയില്ലേ, അതിൽ നിന്നൊക്കെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത്. ആനിമേ നല്ല റെഫറൻസ് ആയിരുന്നു അങ്ങനത്തെ ഒരു വില്ലൻ ആയതുകൊണ്ട്, അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് എലിമെന്റ്സ് ഒക്കെ നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ടാണ് ഈ സാധനത്തിലോട്ട് എത്തിച്ചത്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് ആ ഒരു ചേഞ്ച് ഓവർ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഫീസിന് ശേഷം കുറച്ചത് സംഭവിച്ചു. പക്ഷെ ഇതിൽ എല്ലാം ഉണ്ട്. ഹ്യൂമർ ഉണ്ട്, കുറച്ച് മെനസിങ് ആണ്, കുറച്ച് ഒരു ഇമോഷണൽ ട്രാക്ക് ഉണ്ട്. അപ്പൊ ഒരു വൈഡ് അക്സെപ്റ്റൻസ് ഇപ്പോഴാണ് കിട്ടിയത്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിന്റെ മീറ്റർ ഭയങ്കര രസമായിട്ട് തോന്നി നമുക്ക് തിയേറ്ററിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞു, അടുത്തത് ഇപ്പം ഈ സിനിമയാണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടോ? ഇന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇനി ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, ഇന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ഇപ്പൊ ചെയ്ത ടൈപ്പ് ക്യാരക്ടേഴ്സ് ഇനി റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ. നല്ല സിനിമ ചെയ്യണം എന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം നമ്മൾ എത്ര നന്നായിട്ട് ചെയ്തിട്ടും കാര്യമില്ല. ദ ഫിൽം ഹാസ് ടു വർക്ക്. അപ്പൊ നല്ല പടങ്ങളുടെ ഭാഗമാവുക ആൻഡ് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കുറച്ചും കൂടെ പ്യോർ വൈറ്റ് അല്ലെങ്കിൽ പ്യോർ ബ്ലാക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പൊതുവേ എനിക്ക് അത് അല്ല, കുറച്ചൊരു ഗ്രേ ക്യാരക്ടേഴ്സ് ആണ് ഇഷ്ടം. കാരണം നമ്മളെല്ലാവരും ഗ്രേ ആണല്ലോ. ഹ്യൂമൻ ബീങ്സ് ആർ ഫ്ലോഡ് അല്ലെ? അപ്പോൾ കുറച്ച് ഫ്ലോസ് ഉള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ലീഡാണ്, നായകനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവണം. ഹാസ് ടു ബി എ റിയൽ ഹ്യൂമൻ ബീങ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്യാൻ താല്പര്യം. നോക്കാം ആൾക്കാർ. ഇഷാൻ, നമ്മൾ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷാന്റെ കോസ്റ്റ്യൂം ഒരു ഇത്തിരി ഡിഫറെന്റ് ആയിരുന്നു. അതായത് ഇവരുടെ എല്ലാവരും നിന്ന് ഇഷാന്റെ ഒരു ഇത്തിരി ഡിഫറെന്റ് ആയിരുന്നു. അത് ഇഷാൻ മറ്റേ ഡൽഹിയിൽ നിന്നൊക്കെ വന്നതിന്റെ ആ ഒരു സ്റ്റൈൽ സാധനമായിരുന്നു ഇഷാന് കുറച്ചുണ്ടായിരുന്നത്. അതെ, ഒരു ക്യാരക്ടറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ്യൂം പ്ലാൻ ചെയ്തത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി നമ്മൾ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തൊരു സാധനം മീൻസ് ഇയാളുടെ ഒരു ബോഡി ടൈപ്പ് ഒന്നും കാണിക്കാൻ പാടില്ല എന്ന്. കാരണം റിംഗ് അവസാനം കയറുമ്പോൾ ഒരു സർപ്രൈസ് എലിമെന്റ് ആയിരിക്കും ഒരു ഫാക്ടർ ഞാനും അദ്വൈത്തും മെൽവിൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, പുള്ളി ഒരു ചെറുപ്പകാലം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഡൽഹി പോയി. പിന്നെ അവിടുത്തെ കുറച്ച് ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടാവില്ലോ. അപ്പോൾ എല്ലാം കൂട്ടി ഇതൊക്കെ ഈ ടെക്നീഷ്യന്മാരുടെ ബ്രില്യൻസ് ആണ്. നമ്മൾ അവിടെ നിന്നേ ഉള്ളൂ. പിന്നെ ആക്ച്വലി ഈ പടത്തിൽ കുറച്ചുകൂടി എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി. കാരണം അദ്വൈത്തും ഓപ്പൺ ആണ് കൊളാബറേഷനോട്. അപ്പോൾ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന തൊട്ട്
എല്ലാം ഓക്കെയാണ് വിട്ട് ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന വിട്ട് ഇവര് രണ്ടും തമ്മിൽ ഭയങ്കര കൂട്ടാൻ തോന്നുന്നു അല്ലേ? അതെ ഭയങ്കര കൂട്ടാ. അല്ലേ? മോളെപ്പോഴും വിശാഖിന്റെ കൂടാണ് അല്ല വൈശാഖിന്റെ കൂടാണ് നടക്കുന്നത് അല്ലേ? വൈഷ്ണവന്റെ കൂടാണ് നടക്കുന്നത്. നേരത്തെ ഒക്കെ ഞാൻ അവിടെ കാണുന്നുണ്ട്. നോ ദാറ്റ്സ് ഓക്കെ. എനിക്ക് മീൻസ് ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന തൊട്ട് റൈറ്റിംഗ് സ്റ്റേജസ് തന്നെ ഞാൻ ഉണ്ടായ ആ സമയത്ത് ആ റൂമിലുണ്ടായി. അപ്പോൾ എനിക്ക് ഓരോ ബോഡി ലാംഗ്വേജ് ന്യൂവാൻസസ് അന്നൊട്ടേ ബിൽഡ് ചെയ്യാൻ പറ്റി, കോസ്റ്റ്യൂംസ് അടക്കം. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്തൊരു ക്യാരക്ടറാണ്. ഓക്കെ, നമ്മള് മറ്റേ പടക്കളം സിനിമയ്ക്കകത്ത് ചെറിയൊരു ട്രോളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഡാൻസ് നമ്പറിനകത്ത് ഒരു ചെറിയ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ ഈ സിനിമയോടെ നെഗറ്റീവ് തോന്നുന്നുണ്ടോ? അല്ല നിങ്ങൾ പറ. ഞാൻ മാക്സിമം എഫർട്ട് ഇട്ട് ഇങ്ങനത്തെ ഒരു സാധനം പിടിക്കാൻ. അപ്പോൾ ട്രോള് ഞാനല്ലേ ചെയ്യുന്നത്. ഇത് ഓഡിയൻസിന്റെ ഇതൊക്കെ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. മീൻസ് അത് വർക്ക് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. അവിടെ ഞാൻ 100% കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഇവിടെ 100% കൊടുക്കും. ഇനിയും അത് തന്നെ ഞാൻ ചെയ്യുള്ളൂ. അതിന് ഔട്ട്കം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ പ്രോസസ്സാണ് എൻ്റെ കൺട്രോളിലുള്ളത്. അപ്പോൾ പ്രോസസ്സ് മാക്സിമം ശ്രമിക്കാം ആൻഡ് ഫുള്ളി സിൻസിയറായിട്ട് ചെയ്യാം. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നൈട്രോക്കിളി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഐ മീൻ നമ്മള് കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റോളാണ്, കുറെ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു? ഇവർ പറയുന്നുണ്ടായിരുന്നു ഓൾറെഡി മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആസ് എ പേഴ്സൺ എന്തൊക്കെ ഇതാണ്, ഐ മീൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുത്തത്? ലൈക്ക് ഇവരുടെ കൂടെ തന്നെയായിരുന്നു എനിക്കും ട്രെയിനിങ്. ലൈക്ക് നമുക്ക് ഒരുമിച്ച് ഒരേ നമ്മുടെ ഡേവിസ് സാറായാലും ശ്രാവൺ സാറായാലും നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഉള്ളത് നമ്മുടെ ഡാറ്റുലേക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫൈറ്റാണ് ആദ്യം വരുന്നത്. ആളുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മളുടെ ചാടി ദേഹത്തോട്ട് വീഴുന്ന ഇങ്ങോട്ട് വീഴുന്നൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ലൈക്ക് കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഒരിക്കലും ഒരു നമുക്ക് ഒട്ടും ഡിസ്കംഫർട്ടായിട്ട് ഇതുവരെ തോന്നിയില്ല. ഭയങ്കര ഒരു ഫാമിലി ലൈക്ക് ട്രെയിനിങ് സെഷൻ തൊട്ടേ നമ്മൾ ജെല്ലായി ആ ബോണ്ടിങ് ആ റിങ്ങി കയറിയ ഫൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ശരിക്കും ഒരു ബ്രദർഹുഡ് ആണ് എനിക്ക് മൊത്തം ഇവരെല്ലാവരിലും എനിക്ക് കിട്ടിയത്. ലൈക്ക് ആകെ ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരിക്കലും ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിങ്ങോ അല്ലെങ്കിൽ മാറി നിൽക്കണ്ടേ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇവരുടെ കൂടെ തന്നെയാണ്. ഇപ്പോഴും അത് ഷൂട്ട് കഴിഞ്ഞാലും സിനിമേന്റെ ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ ഇവരുടെ കൂടെ തന്നെയായിരുന്നു ഇപ്പോഴും. അപ്പോൾ ആ ഒരു ബോണ്ടിങ് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ വിട്ടു പോകണില്ല. കാരണം ഇവരുടെ കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ കൂടെയാണ് എപ്പോഴും. ലൈക്ക് സീരിയസ്ലി ഷൂട്ട് കഴിഞ്ഞിട്ടായാലും നമ്മളെല്ലാരും കുഞ്ഞനിത്യം ആദ്യമായിട്ട് അനിയത്തി സാധാരണ എന്നെ ബ്രദറായിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത്. അനിയത്തി എന്ന് പറഞ്ഞ അല്ല ഭയങ്കര ഭയങ്കര ലൈക് ഫ്രണ്ട്ലിയാണ്. ഫാമിലീസ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ട്രെയിനിങ് വൈസ് ആയാലും നല്ല രീതിയിൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും ഫിസിക്കലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും റിങ്ങിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഡയറ്റ് ആയാലും എല്ലാവരും നോക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് റെസ്റ്റ് ചെയ്യും. പക്ഷെ ഇവരൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ടും ജിമ്മിൽ പോകും. അർജുൻ ചേട്ടനായാലും വിശാഖനായാലും ജിമ്മിൽ പോയി അതിന്റെയും ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇവർ വന്ന് റിങ്ങിൽ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ ആ മൂവിയിൽ കാണാനുണ്ടായ എഫേർട്ട് എന്തായാലും അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ. ഓക്കെ, സോ മൂവിങ് ടു ഇദ്ദേഹം. അത് സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അതായത് ഞാൻ എന്റെ സ്കൂളിൽ പോലും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല. അത് ഭയങ്കര റിലേറ്റബിൾ ആണ്. ബിക്കോസ് സ്കൂളിൽ പോയിട്ടില്ലല്ലോ, അല്ലാതെ വീട്ടിലിരുന്നാണല്ലോ സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതൊക്കെ. അത് ഭയങ്കര റിലേറ്റബിൾ അല്ലേ? ഞാനതാ പറഞ്ഞ, ഞാൻ ബ്രില്യന്റ് ചോദ്യമായിട്ട് വരുന്നത്. അടിപൊളിയല്ലായിരുന്നു. ഫസ്റ്റ് ടൈം ഇത് ആക്ച്വലി നമ്മൾ അവിടെ വെച്ച് പ്ലാൻ ചെയ്ത സാധനമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ശ്യാമേട്ടന് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോ തന്നെ ശ്യാമേട്ടന് ആ ഡയലോഗ് അതിന്റെയാണ് നിനക്ക് ഇത് കിട്ടാത്ത എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് അങ്ങനൊന്നുമില്ല. ഞങ്ങളൊരു സബ് ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്യാരക്ടർക്ക്. എല്ലാവർക്കും ഉണ്ട്, അവരവർ സ്വയം ഡെവലപ്പ് ചെയ്തൊരു സബ് ടെക്സ്റ്റ് ഉണ്ട്. പഠിക്കാനൊന്നും അങ്ങനെ മെടുക്കാനൊന്നും അല്ല ഇവൻ ആക്ച്വലി. ബേസിക്കലി പഠിക്കാൻ പറ്റൂല, അവന് സ്കൂളിലൊന്നും അവൻ വർക്കാവൂല. അങ്ങനത്തെ ഒരു ചെക്കനാണ്. മറൈൻ ഡ്രൈവിലൊക്കെ വന്നിങ്ങനെ മറ്റേ അവിടെ എപ്പോഴും പകലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോണ കുറെ പയ്യന്മാരിൽ ഒരാളാണ് എന്നാണ് എൻ്റെ ഒരു സബ് ടെക്സ്റ്റ്. അപ്പൊ പഠിക്കാൻ പോയാലും മാർക്കും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണെന്നുള്ളതിൻ്റെ ഒരു പരിപാടിയിലാണ് ആക്ച്വലി അത് പിടിച്ചിട്ടുള്ളത്. പക്ഷെ
ഇങ്ങനൊരു സാധനം കൂടെ അതിനകത്ത് വന്നു ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നതാണ് രസം. ഭസ്മാസുരന്റെ റോളിലോട്ട് വന്നു കഴിയുമ്പോഴേ, അതായത് ഭസ്മാസുരൻ ആ ഒരു മൊമെന്റിലാണല്ലോ പെട്ടെന്ന് ഭസ്മം എടുത്തിട്ടിട്ട് കയറുന്നത്. സോ അതുപോലെ നിങ്ങൾക്ക് സ്കാരിയസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ഉണ്ടായിരുന്നു WWE-യിൽ? നിങ്ങൾക്ക് പേടിയുള്ള പ്ലെയേഴ്സ്? ശരിയാ, കേനൊരു എനിക്ക് നിനക്കറിയോ ബോഗിമാൻ ആരാണ്? വേറെ ഏതൊക്കെ പ്ലെയേഴ്സിനെ അറിയാം വേദക്കുട്ടി? എനിക്ക് ബോഗിമാനെ അറിയാം, അണ്ടർടേക്കറിനെ അറിയാം, പിന്നെ ജോൺസനെ അറിയാം. ഓക്കെ, ഇവരൊക്കെ റിങ്ങി കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന കണ്ടപ്പോ വേദക്കുട്ടിക്ക് തോന്നിയായിരുന്നോ വേദക്കുട്ടിക്കും കൂടെ ഒരു റോള് തരണമായിരുന്നു ഫൈറ്റ് ചെയ്യാൻ? തോന്നിയായിരുന്നോ? ചോദിച്ചില്ലായിരുന്നോ ഡയറക്ടറോട്? ഡയറക്ടറോട് ചോദിച്ചു, പക്ഷെ ചത്താപ്പച്ച സെക്കൻഡ് പാർട്ടിൽ തരാന്നൊക്കെ വെറുതെ പറഞ്ഞു. സെക്കൻഡ് പാർട്ട് ലോഡിംഗ് ആണോ? ഉണ്ടോ? അല്ലേ, ഇവൾക്ക് ഓൾറെഡി ഒരു മാസ് മൂവ്മെന്റ് ഉണ്ടല്ലോ. അതെന്ത് അത് വേണ്ട, കുറച്ചും കൂടെ വേണമായിരുന്നു. വേണ്ടായിരുന്നു, കുറച്ചും കൂടെ എക്സ്ട്രാ വേണമായിരുന്നു അല്ലേ? അതിപ്പോ അടുത്ത സിനിമയിൽ അത് ശരിയാക്കുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടിലെ റോസ് കോളേജിലാണ്. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ നിക് നെയിംസ് ഈ സിനിമയ്ക്കകത്ത് തന്നെ ഓരോ പേരുകൾ വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിക് നെയിംസ് വന്നിട്ടുണ്ട്? അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ നാട്ടിലൊക്കെ ഞാൻ അറിയപ്പെടുന്ന ഡാറ്റു എന്നാണ്. എന്റെ പേര് ഡാറ്റു എന്നുള്ള അറിയപ്പെടുന്ന, പക്ഷെ ദർത്താന്യൊന്നല്ല ശരിക്കുള്ള പേര്. നിക് നെയിമിലാണ് എല്ലാരും വിളിക്കാറുള്ളത് ഡാറ്റു എന്നുള്ളത്. വിശാഖിന്? എന്നെ നാട്ടിലെ വീട്ടിലൊക്കെ അച്ചു എന്നാ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ നിക് നെയിം അല്ല, ഇങ്ങനെയല്ലേ ഇരട്ട പേര് പോലെ എന്തെങ്കിലും ഒക്കെ പേരിടും. ഇത് ഫാമിലി ഷോ അല്ലേ, ഇങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? പിന്നെ എല്ലാവർക്കും അറിയുന്ന കുപ്പി എന്നുള്ള പേരുണ്ട്, പലരും കുപ്പി കുപ്പി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ചേട്ടൻ എന്തെങ്കിലും ഞാൻ ആലോചിച്ചു അല്ല എന്തെങ്കിലും പറയത്തില്ലായിരിക്കുമല്ലോ അല്ലേ? ഇഷാനോ? അതാണ് എനിക്ക് വീട്ടിൽ ഇഷാൻ പൊതുവെ ഇങ്ങനെയാണ്, ഭയങ്കര സൈലന്റ് ആണ്. ഇഷാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു, ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ്. അങ്ങനെയാണോ? ഒബ്സർവേഷൻ ഉണ്ട്, പക്ഷെ അല്ല എന്തെങ്കിലും ചോദിച്ചാൽ അല്ല വീട്ടിൽ വിളിക്കണത് എച്ചു എന്നാണ്. ഈ ആക്ച്വലി പടം ചെയ്ത ശേഷം സനൂപേട്ടൻ എന്നാണ് എല്ലാ ലിറ്റിൽ മോനെ ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനും സനൂപേട്ടൻ ലിറ്റിലെ എന്നാണ്. അങ്ങനത്തെ ഒരു സാധനം, അല്ലെങ്കിൽ വേറെ പേരൊന്നുമില്ല. വൈഷ്ണവിന് എന്തോ ഒരു ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, കാലൊടിയോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത് ചോദിച്ചോ? ഷോ എല്ലാരും ചോദിച്ചോ? സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഇറങ്ങിയിരുന്നു. ഇല്ല, ഒടിഞ്ഞായിരുന്നു അത്. ക്രൗഡ് ഫൈറ്റ് ഒരു ഇപ്പൊ റോഷൻ ചാണ്ടി അർജുനന്റെ ഫൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങള് അവിടെ അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളും ക്രൗഡിന്റെ ഒപ്പം റിങ്ങിന്റെ പുറത്ത് ഫൈറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ക്രൗഡിന്റെ ഇടയിൽ ഒരാൾ കാല് തട്ടി എന്റെ കാലിലേക്ക് വീണു, എന്റെ ആംഗിൾ നടന്നു. ചെറിയൊരു ഹെയർലൈൻ ഫ്രാക്ചർ, അത്രേ ഉള്ളൂ. അത് വലിയൊരു ഇതൊന്നുമല്ല, അത് ചെറിയൊരു ഹെയർലൈൻ ഫ്രാക്ചർ. പറഞ്ഞു എന്തെങ്കിലും പറയാൻ പറഞ്ഞു. ചോദ്യമാണോ? മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് നിങ്ങളുടെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു, സെലിബ്രേഷൻ നിങ്ങളുടെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ചത്താപ്പച്ച റിലീസായി കഴിഞ്ഞിട്ട് പത്മഭൂഷൺ കിട്ടി. അപ്പൊ നമ്മുടെ ചത്താപ്പച്ചയായിട്ട് കണക്റ്റഡ് ആണല്ലോ അവാർഡ് സാധനങ്ങൾ. അപ്പൊ നമുക്കത് ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു എം മൊമെന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു എം മൊമെന്റ് പറഞ്ഞു? ഫസ്റ്റ് വന്നിട്ട് ആ ഡയലോഗ് പറയുന്ന സാധനം അല്ലേ? ചത്താപ്പച്ചൻ നിങ്ങളുടെ പേഴ്സണലി നമ്മുടെ ലൈഫിൽ എം മൊമെന്റ് എടുത്തതാണ് മോളുടെ എം മൊമെന്റ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്യാം ചേട്ടന്റെ എനിക്ക് അറിയാൻ തോന്നുന്നു. ശ്യാം ചേട്ടന്റെ പേഴ്സണലി കാരവാനിൽ വിളിച്ചുകൊണ്ട് പോയതൊന്നും അല്ല, കൊണ്ടുപോയി അല്ലേ? വേറെ കൊണ്ടുപോയി 2 times. ഓ, മമ്മൂക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സ്കൂളിൽ മമ്മൂക്ക് വേണ്ടി ഫൈറ്റ് അടികൊണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് അതേപോലെ വേറെ എന്തോ എനിക്ക് ഞാൻ 2 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട് 2 സിനിമയിൽ. ഞാൻ ഇതിനു മുമ്പ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 18 പടിയിലും റഷാക്ക് എന്ന് പറഞ്ഞ പടത്തിലും ഞാൻ പുള്ളിയെ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കൊരു ഫോട്ടോ എടുക്കാനോ ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റി, എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഇവരൊക്കെ നിൽക്കുന്നുണ്ട്, ഞാൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇവരൊക്കെ ഫോട്ടോ കിട്ടി, പക്ഷെ എന്നെ തള്ളി കയറി വേറെ കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ എനിക്ക് പറ്റിയില്ല സംസാരിക്കും. ഞാനിങ്ങനെ സുനിലേട്ടനടുത്ത് പറഞ്ഞു, അർജുനടുത്ത് പറഞ്ഞു, എനിക്കൊരു ഫോട്ടോ കിട്ടിയില്ല, ഭയങ്കര ആഗ്രഹം, കുറേ വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പം അങ്ങനെ നമുക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക്
ഇവരൊക്കെ കയറി കണ്ടതിന് ശേഷം എന്നെ ഇങ്ങനെ വിളിച്ചു, അകത്തേക്ക് വിളിച്ചു, കാരണം അപ്പോൾ ഞാൻ പോയി കണ്ടു, ഫോട്ടോ എടുത്തു. അതൊരു Actually കഴിഞ്ഞ ദിവസം എനിക്ക് love you എന്റെ മൊമെന്റ് ഇപ്പൊ നടന്നു മിനിഞ്ഞാന്ന് Success meet മട്ടാഞ്ചേരിക്കാരനാണെന്നും പറഞ്ഞിട്ട് സംസാരിക്കാൻ മയക്ക് വന്നു. ഞാനാണെങ്കിൽ മമ്മൂക്കളുടെ അടുത്ത് നിന്നിട്ട് മറ്റേ മമ്മൂക്കാണ്. അപ്പൊ ഒരു ഡയലോഗ് അടിച്ചു, മമ്മൂക്ക പൊളിയാണെന്ന് പറഞ്ഞ് ലവ് യു എന്നും പറഞ്ഞു. മമ്മൂക്ക തിരിച്ച് ലവ് യു ടു എന്ന് പറഞ്ഞു. അതൊരു മൊമെന്റ്, ഏറ്റവും വലിയ മൊമെന്റ് ആണ്, രക്ഷയില്ല. എനിക്ക് പിന്നെ ഇത് കിട്ടിയായിരുന്നു ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങളുടെ ലാസ്റ്റ് ടൈലന്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റിങ്ങിൽ കയറിയിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് നിന്നിട്ട് പുള്ളി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. പുള്ളി അതെനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ ഒരു കഥയും പറഞ്ഞു പുള്ളി അവിടെ നിന്നപ്പോ തന്നെ ഭയങ്കര ഒരു ഫീലായിരുന്നു. ഈ ആക്ച്വലി മാർക്കോ റിലീസ് ചെയ്ത പിറ്റേ ദിവസമാണ് ഞാൻ പേട്രിയേറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കുവിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മമ്മൂക്ക ഉണ്ട് ലൊക്കേഷനിൽ. അപ്പോൾ മമ്മൂക്കനോട് സംസാരിക്കാൻ കുറച്ച് പേടിയാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് വിളിച്ചിങ്ങനെ എന്താ മമ്മൂക്ക പറയാൻ പോകണമെന്നുള്ള അതിൻ്റെ ഒരു ടെൻഷനിലാണ്. നമുക്ക് കയ്യൊന്ന് നന്നായിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ്, അത്രമാത്രം മതി എനിക്ക്. മീൻസ് ഒരു അങ്ങനത്തെ ഒരു ചെറിയ അപ്രിസിയേഷൻ ആണെങ്കിലും എനിക്കൊരു വലിയ കാര്യമാണ്. കാരണം എല്ലാവർക്കും നമുക്ക് ഹീറോ ആയിട്ടാണ്, എസ്പെഷ്യലി ഫോർ ആക്ടേഴ്സ്. പുള്ളിയാണല്ലോ ബെഞ്ച് മാർക്ക്. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി. നമുക്ക് ലൈക്ക് സെറ്റിലായാലും നമുക്ക് വന്ന് ഫസ്റ്റ് ഡേ തന്നെ ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ലൈക്ക് ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പേടിച്ച് നിൽക്കുമായിരുന്നു മമ്മൂക്കൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകാൻ. ലൈക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ഇടേണ്ടതെന്ന് അറിയില്ല. പക്ഷെ മമ്മൂക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് ലൈക്ക് നമ്മളെ പരിചയപ്പെടുന്നു, നമ്മുടെ അടുത്ത് പേര് വയ്ക്കുന്നു, സംസാരിക്കുന്നു. അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു സെറ്റിൽ. അപ്പം മമ്മൂക്ക വന്ന ദിവസം ലൈക്ക് അമ്മയ്ക്കും ലൈക്ക് മമ്മൂക്കൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കനെ. അപ്പോൾ അമ്മയും മമ്മൂക്കനെയും കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതും ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്നത് വർക്ക് ചെയ്യുന്നത് മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു പടത്തിലാണ്. 10 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് നട്ടാപ്പറ്റയുടെ 10 വർഷം മുമ്പ്. ആ ഒരു പ്രായത്തിൽ ഒരു കുറേ അധികം സീൻ, ഒരുപാട് ഡയലോഗൊക്കെ പറഞ്ഞ് അഭിനയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് റിയലൈസ് ചെയ്യാത്തൊരു സാധനമുണ്ട്. ലൈക്ക് അത് നമ്മൾ കുറച്ചുകൂടെ ചെറുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കയാണ് അടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനമൊന്നും നമ്മൾ അത്രയും ഉള്ളിലേക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പം ഞാൻ ആ പടമൊക്കെ എടുത്ത് കാണുന്നത് വേറെ തന്നെ ഒരു ഇതിലാണ്. അപ്പോൾ ഈ ആരാധനയും ഈ സാധനമൊക്കെ വന്ന് നിറഞ്ഞ് വേറൊരു സ്പേസിലെത്തിയതിന് ശേഷം ഞാനിപ്പോൾ ചത്താപ്പച്ചലൊക്കെ എത്തുമ്പോഴേക്കും പുള്ളിനെ കാണുന്നത് കണ്ട് ആദ്യം നീ ഇത്ര വലുതായെന്ന് വെച്ചാൽ പുള്ളി ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വേറൊരു ഫീലിംഗ് ആണ്. ഞങ്ങള് പണ്ട് ഇത് ചെയ്തപ്പോൾ പുത്തമ്പണം ചെയ്തപ്പോൾ അതില് ഒരു സീനുണ്ട്. നമുക്ക് ബെൽറ്റ് പിടിച്ച് ഇങ്ങനെ പൊക്കിയിട്ട് ഒറ്റ എയറാണ് പോയി മറ്റേ റോപ്പിലൊക്കെ ആയിരുന്നു പോയി ഒരു ഡ്രമ്മിന് മണ്ടക്കൊക്കെ വീഴുന്ന സാധനമുണ്ട്. അത് പോയി ഇവിടെയൊക്കെ മുറിഞ്ഞ് ആകുമൊത്തം സീനായിട്ട് ഞാനും ഗണമൊക്കെ ആയിട്ട് സൈഡിലിരിക്കുകയാണ്. മമ്മൂക്ക പെട്ടെന്നൊരു ചെയറൊക്കെ എടുത്ത് യോജന ചെയറൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത് വന്നിരുന്നു. ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം വന്നിട്ട് പെട്ടെന്ന് ഫോണൊക്കെ എടുത്തിട്ട് ഈ റോപ്പ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഞാൻ ശരിക്കുള്ള വർക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ വേണ്ടി അദ്ദേഹം പഴശ്ശിരാജയിൽ ചെയ്ത റോപ്പ് വർക്കും സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വേണം ചെയ്യാൻ. ബോഡി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ എറിയാനൊക്കെ എളുപ്പമായിരിക്കും, മനസ്സിലായി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ക്ലാസ് വരിക സാധനമൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഒരുപാട് എന്താ പറയുക നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസസ് കിട്ടുന്നുണ്ടാവും, ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ സോ ആസ് യൂഷ്വൽ ഒരു ക്ലീശ ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും റെസ്പോൺസ് കിട്ടിയതിൽ നമ്മളങ്ങോട്ട് ചെറിഷ് ചെയ്യുന്ന ഒരു റെസ്പോൺസ് എന്താ? അല്ല മൊത്തത്തിൽ എല്ലാവരുടെയും പറഞ്ഞോളൂ. അതെ, ഞാൻ എൻ്റെ കൂടെ ഈ സ്വപ്നം എൻ്റെ ഉള്ളിൽ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കൂടെ തന്നെ എൻ്റെ കുറേ പേരുണ്ട്. ഇത് മനസ്സിലാക്കി അറിഞ്ഞ് കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ, എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ആയാലും കോളേജ് ഫ്രണ്ട്സ് ആയാലും ഇവരൊക്കെ ഇരുന്ന് ഇപ്പോൾ ഒരു വലിയൊരു മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പടം കാണുമ്പോഴത്തേക്കും റോഷൻ ഇപ്പോൾ എൻ്റെ അമ്മ എടുത്തിരുന്നു. അപ്പോൾ അമ്മ എടുത്ത് ചോദിച്ചാൽ എനിക്കിന്ന് സാമിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അമ്മ മോനെ ഒരു കുഴപ്പമില്ല റോഷൻ്റെ എടുത്തിരുന്നു. ധർമ്മയുടെ ആ സാധനം വന്ന് ഇൻട്രൊഡ്യൂസിങ് സാമപ്രയാസം ആകുമ്പോൾ ഞാൻ കരഞ്ഞു മറ്റേ വേറെ ഇരിക്കുക. ഞാൻ നോക്കുമ്പോഴത്തേക്കും റോഷൻ എൻ്റെ കൂടെ കരയാം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് കോളേജിൽ. അപ്പോൾ റോഷൻ കൂടിയാണ് ഞാൻ അഭിനയമൊക്കെ നാടകത്തിൽ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ റോഷൻ പോലെ എൻ്റെ വേറെ ഫ്രണ്ട് വർക്ക് ചെയ്യും. അങ്ങനെ എൻ്റെ കോളേജ് പഠിച്ച പോലെ ഇവരൊക്കെ എനിക്ക് മെസ്സേജ് ഇടാം. ഞാൻ കാണുമ്പോഴത്തേക്കും എൻ്റെ വി ഫെൽറ്റ് സോ പ്രൗഡ്, ഞാൻ കരയായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു എൻ്റെ ആ ജേണിയുടെ ഒപ്പം സഞ്ചരിച്ചവരാണ് ഇവരെല്ലാവരും. അപ്പോൾ എൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഇവരൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇവരുടെ അവരുടെ ഒന്നുമില്ല, 2 വരി എഴുതുമ്പോൾ തന്നെ എനിക്ക് ഇത് ഞങ്ങളുടെ കൂടെ വിക്ടറിയാണ് എന്ന് പറഞ്ഞ് എനിക്ക് അയച്ച സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു കളക്റ്റീവ്
വിക്ടറി എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഉള്ളിൽ കൊണ്ട് അത് കാണുമ്പോഴേക്കും ഞാൻ കുറച്ചാൽ ഇങ്ങനെ അത് റിപ്ലൈ കാണുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് ഒന്ന് ഫോൺ മാറ്റി വെച്ച് കുറച്ച് ചേച്ചി ചേച്ചി നന്നായി പാട്ട് പാടുന്നൊക്കെ കേട്ടല്ലോ. ഞാനോ? ചേച്ചി ഒരു പാട്ട് പാടിക്കേ. അയ്യോ ഞാൻ ചേച്ചി നന്നായി പാട്ട് പാടുന്നു. നമുക്ക് ഇന്റർവ്യൂ പാട്ട് പാടി ചേച്ചി ഒരു പാട്ട് പാടും ഞാൻ കേട്ടു. ഞാൻ പാട്ടൊന്നും പാടത്തില്ല. ചത്താപ്പച്ച ടീമിന് വേണ്ടി ഒരു പാട്ട്. ചത്താപ്പച്ച ടീമിന് വേണ്ടി ഒരു പാട്ട് എന്ന് പറഞ്ഞാ ചത്താപ്പച്ച അത് മതിയോ? പാട്ട് പഠിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എങ്കിൽ ഞാൻ വേദക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പാട്ട് പാടട്ടെ. ഓക്കെ, വേദക്കുട്ടിക്ക് വേണ്ടി മാത്രമുള്ള പാട്ടായത്, വേറെ ആരും കേൾക്കണ്ട. ഓക്കെ. Twinkle twinkle little star, how I wonder what you want. ഇല്ല, ഞാൻ ബാക്കി കൂടെ പാടും. ഓക്കെ, ചേട്ടൻ പറഞ്ഞ ക്വസ്റ്റ്യനോട് കണക്ട് ചെയ്തിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ സിനിമയിൽ നിൽക്കുന്നവരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു തിരുവനന്തപുരം കൊല്ലം സ്ലാങ് ആണ്. നിങ്ങളൊക്കെ സിനിമയിൽ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഒരു അൺസർട്ടൺ പ്രൊഫഷനാണ്. നമുക്കറിയാൻ പറ്റില്ല ഇപ്പം ഒരു സക്സസ് ഉണ്ടാവും, അടുത്തതിനി എന്തായിരിക്കും നമുക്കറിയാൻ പറ്റത്തില്ല. മൊത്തത്തിലൊരു അൺസർട്ടൺ ആയിട്ടാണ് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ പോകുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുമ്പോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജം എന്താ ഓരോരുത്തരുടെയും? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവില്ല നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനോടുള്ള സ്നേഹം, ഇതിനോടുള്ള ഒരു തരത്തിൽ അതൊരു മെന്റൽ ഇഷ്യൂ തന്നെയാണ്. സത്യമായിട്ട് ഒരു ഒബ്സഷനാണത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഹിറ്റ് ആവോ ഇല്ലയോ എന്ന് നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ എന്ന് വെച്ച് നമ്മൾ ഓക്കെ ഈ പടത്തിന് നമ്മൾ 10% ഇടുള്ളൂ, ആ പടത്തിന് നമ്മൾ 100% ഇടും എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോൺസ്റ്റന്റ്ലി ലേൺ ചെയ്യുക, കോൺസ്റ്റന്റ്ലി 100% ഇട്ടുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഹിറ്റ് കിട്ടുക, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഹിറ്റ് കിട്ടുക, ചിലപ്പോൾ ഇപ്പോൾ കുറേ വലിയ വലിയ സ്റ്റാർസ് പേഷ്യൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ലോക സിനിമയിൽ എടുത്ത് നോക്കുന്ന കുറേ എത്രയോ വലിയ സ്റ്റാർസ് 40-50 ഇയേഴ്സിന് ശേഷമാണ് സ്റ്റാർസ് ആയത്. അപ്പോൾ വെൻ ദാറ്റ് ടേൺസ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഐ ബിലീവ് ദാറ്റ് ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്ര നാൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനുള്ള റിസൾട്ട് എന്തായാലും വന്നിരിക്കും. അറ്റ് വൺ പോയിന്റ് പറയുന്നത് ഇതിന് മറ്റേ പെർസിസ്റ്റൻസ് ആണ് കീ. അത് ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ശരിയാവുന്നില്ല, നമുക്ക് വിടാമെന്ന് പറഞ്ഞ് വിട്ടുപോയാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഇഫ് യു സ്റ്റിക്ക് ടു ഇറ്റ് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്കുള്ളത് നമുക്ക് കിട്ടും. ഇഷാന്റെ ഒരു ഊർജ്ജം എന്താണ്? ഇത് മീൻസ് ഫോർ എക്സാമ്പിൾ ഈ വിശാഖ പറഞ്ഞ പോലെ ഈ മൊത്തം അൺസർട്ടനിറ്റി ആണല്ലോ, ഇന്നും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. മീൻസ് ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും, പക്ഷെ ഇപ്പൊ ഒരു എക്സ്പെക്ടേഷൻ കൂടുതലുണ്ട്. ഒബ്വിയസ്ലി നിങ്ങളുടെയൊക്കെ അടുത്ത സിനിമ കുറച്ചും കൂടെ ഹൈ ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ഒരു മീൻസ് എനിക്ക് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, എൻ്റെ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മീൻസ് ഇതൊരു നമുക്കറിയാലോ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഈ പാഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 4 പേരുടെ പേരുണ്ട് ഈ പോസ്റ്ററിൽ, പക്ഷേ തിയേറ്റർ വിസിറ്റ് പോകുമ്പോഴാണ് മനസ്സിലാവുന്ന ഈ ഒരു സ്നേഹം എന്താണെന്ന്. കാരണം നമ്മൾ മാത്രമല്ല ഇവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പറിന് അവിടെ ഡാറ്റു അവിടെ നൈട്രോ കിളി കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സാധനം ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു സന്തോഷമുള്ളത്. അപ്പോൾ എല്ലാവർക്കും അൺസർട്ടനിറ്റി കുറയട്ടെ, കുറച്ചുകൂടി നല്ല പടങ്ങൾ. അതുപോലെ അപ്സരേ പോയപ്പോ ചെറിയൊരു കുട്ടി 10 വയസ്സുള്ള കുട്ടി മറ്റേ നൈട്രോക്ലിയുടെ സാധനം അവിടെ നിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വെരി ഹാപ്പി ടു സീ. ലൈക്ക് നമ്മൾ പറഞ്ഞാൽ ഇവര് 4 പേര് ഇല്ല അറിയില്ല. അല്ല ലൈക്ക് എൻ്റെ അടുത്ത് സനൂപേട്ടൻ ഓഡീഷൻ ചെയ്യണ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞു, കാരണം ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ നീ അവരുടെ മനസ്സിൽ കുരുവിയായിരിക്കും അല്ലെങ്കിൽ നൈട്രോ കിളി ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മള് എനിക്ക് ഇപ്പോഴും ഒരു സ്വപ്നം തന്നെയാണ് ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നതും. അല്ലെങ്കിൽ ഞാൻ ഒട്ടും അൺസർട്ടനിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ മൂവിയിൽ ഇന്നായത് വരെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. എന്താ അല്ല അത് വേറെ, അത് ഞങ്ങളുടെ പക്ഷെ ഭയങ്കര സന്തോഷം. ലൈക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതിൽ വന്നതാ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ലൈക്ക് എൻ്റെ ഫാമിലി ഭയങ്കര പ്രൗഡാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഓഡിയൻസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നൈട്രോ കിളി നിൻ്റെ എനർജി, നിൻ്റെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഓഡിയൻസ് റെസ്പോൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ റോഷനയുടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ ഉള്ളിൽ കൂടെ നൈട്രോ കിളി അല്ലെങ്കിൽ സുപ്ര അല്ലെങ്കിൽ കടൽക്കോ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓഡിയൻസ് റെസ്പോൺസ് വേറെ പടത്തിൽ ചിലപ്പോൾ കിട്ടും, എനിക്കിങ്ങനെ അറിയില്ല. പക്ഷെ ഇത് ഭയങ്കര ഒരു ഫീലാണ്. അതിൽ കൂടെയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഒരു കാര്യം കൂടെ,
മമ്മൂക്ക സക്സസ് മീറ്റിന്റെ സമയത്ത് മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു, അതായത് മമ്മൂക്ക യൂസ് ചെയ്ത സ്ലാങ് പഴയ കൊച്ചി സ്ലാങ് ആ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ അതങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പഴയ കൊച്ചി സ്ലാങ് ആണെന്നുള്ളത്. അപ്പോൾ ചിലർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ എന്തെങ്കിലും ഒരു റെസ്പോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? ഒരു സംഭവമുണ്ട്, ഞാനിപ്പോൾ ഫോട്ടോ ചെയ്യുന്ന, അപ്പൊ അവിടെ ആ ഒരു സർക്കംഫറൻസിലും ഒരു അല്ലെങ്കിൽ ആ റേഡിയസിൽ ഒരു 3 റോഡുകളാണ്. അപ്പൊ ആ റോഡിൽ ബീച്ച് റോഡ്, ചെല്ലാനം പോണ വഴി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി. അപ്പോൾ ഈ റോഡുകളിൽ ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്ലാങ് ആണ്. അപ്പുറത്തെ റോഡ് തന്നെ ആയിരിക്കും, പക്ഷെ അപ്പുറത്തെ റോഡിൽ സംസാരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്ക ഈ 3 പിടിച്ചിട്ടുണ്ട് സിനിമയിൽ. ബീങ് എ ഫോട്ടോച്ചിക്കാരൻ, ഐ റെസ്പെക്ട് ദാറ്റ്. കാരണം അത് എനിക്കറിയാം. ഫസ്റ്റ് പുള്ളി ബിഗ് ബിയിൽ മട്ടാഞ്ചേരിയാണ് ബിലാൽ. ഓക്കെ, ബീഷോറത്തിൽ മൈക്കിളപ്പോൾ ഒരു ഫോട്ടോച്ചിക്കാരനാണ്. അപ്പോൾ അതൊരു ഫോട്ടോച്ചി രീതിയിൽ സംസാരിക്കണം. ഇതൊരു ആ ഒരു പഴയ കൊച്ചി, ആ ഒരു കണ്ണമാലി, ചെല്ലാനം വഴി വന്നൊരു സ്ലാങ്ങാണ്. ഇങ്ങനത്തെ വർത്തമാനമാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ 3 റോഡാണിത്. ഇപ്പോൾ കൊച്ചി എന്ന് പറയുമ്പോൾ ഒറ്റ സ്ഥലമായിരിക്കും, പക്ഷെ 3 രീതിയിൽ ആൾക്കാർ സംസാരിക്കും അവിടെ. മട്ടാഞ്ചേരി, കൊച്ചി, ഈ ബീച്ച് റോഡ്, ചെല്ലാനം വഴി, ഈ 3 പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ 3 പുള്ളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും 3 ഡിഫറെൻറ്റ് പടങ്ങളിൽ. സോ ബീങ് എ ഫോട്ടോച്ചിക്കാരൻ, എനിക്കത് പറയണം. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെയുള്ള സ്ഥലത്തുള്ളവരും പറയാറുണ്ട്, ലൈക്ക് അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇങ്ങനെ സംസാരിക്കാറ്, ആ ഒരു സ്ലാങ് കറക്റ്റ്. ഓൾഡ് കൊച്ചി എന്ന് പറയുന്നത് ശരിക്കും കാര്യമാണ്. കാരണം ഓൾഡ് കൊച്ചി മിക്കതും അങ്ങനെ ആയിരുന്നു സംസാരം. പിന്നെ ആൾക്കാർ വരുന്ന രീതിയിലും ഓരോ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലാങ്ങുകളും മാറും. അപ്പൊ അതും പുള്ളി ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ബിലാലൊക്കെ ഇപ്പം എൻ്റെ ഇപ്പം നമ്മുടെ അവിടുത്തെ ഇക്കാക്കന്മാരൊക്കെ ഉണ്ടാവും കുറേ ടീം, എന്ത് ടീമേ എന്നൊക്കെ ഉണ്ട്. അപ്പം അതല്ലാണ്ടും ആ ഒരു ആ സാധനമൊക്കെ കറക്റ്റാണ്. അതൊക്കെ പുള്ളി അത് മട്ടാഞ്ചേരിയാണ് കൊണ്ടുവന്നേക്കണതിൽ. ഇതതുപോലെ ഒരു രീതിയാണ്. ആ ഒരു പഴയ കൊച്ചി, ഓൾഡ് കൊച്ചി, ആ കണ്ണാമലി സൈഡ് ആൾക്കാരുടെ ഭാഷയാണിത്. അവരെങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. അതാണ് പുള്ളിയത്. അപ്പോൾ ഈ ഗ്രേറ്റ് ആക്ടർ ഈസ്, അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനത് അങ്ങനെ കാണുള്ളൂ. ഓക്കെ, അപ്പൊ വേദക്കുട്ടി ഇനി ക്ലാസ്സിൽ പോകാൻ മടിയുണ്ടോ? ഒരിക്കലില്ല. നോക്കിയിരിക്കായിരിക്കും ഇനി ക്ലാസ്സിൽ പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ റെസ്പോൺസ് കേൾക്കാൻ. ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കണം. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനി ഒരുപാട് നല്ല പ്രോജക്ട്സ് നിങ്ങളെ തേടി എത്തട്ടെ. ഇനിയും സക്സസ്ഫുൾ ആയിട്ട് തിയേറ്റേഴ്സിൽ കുറെ ദിവസങ്ങളോളം മാസങ്ങളോളം നിറഞ്ഞോട്ടെ. അപ്പൊ നമുക്ക് ഇനിയും അടുത്തടുത്ത മൂവീസിൽ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻസിൽ കാണാം. താങ്ക് യു സോ മച്ച്. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ is the best. Oxygen, the digital expert.